പൂത്തോട്ടം കാണാൻ വേണ്ടി ഒരു അതിഥി ഇന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു അതിഥിയാണ്. ആളെ കണ്ടല്ലോ, പേര് മനസ്സിലായ? വിജയകല. സ്ഥലം കരുനാഗപ്പള്ളി. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ താണ്ടി ഞായറാഴ്ച നല്ല മഴ. ആ മഴയത്ത് വന്നിരിക്കുകയാണ്. പൂക്കളൊക്കെ കണ്ടു, പച്ചക്കറിത്തോട്ടം കണ്ടു. അപ്പം എന്താണ് പറയാനുള്ളത്? ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും ഒരു പൂന്തോട്ടം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ പൂന്തോട്ടം കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്ര നല്ല വൃത്തിയായിട്ട് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചെണ്ടുമല്ലി മാത്രമല്ല, 3 കളർ ചെണ്ടുമല്ലിയുണ്ട്, പിന്നെ വാടാമല്ലിയുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൽ കൂടുതൽ പൂക്കളുണ്ടായിരുന്നല്ലേ? പൂക്കൾ വെറൈറ്റി, കാരണം വേറെ ഒരുപാട് സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നു. ഇത്തവണ പൂക്കൾ എണ്ണം കൂടി. അതായത് തുമ്പയൊക്കെ ഉണ്ട് ഇത്തവണ. തുമ്പ നമ്മൾ കഴിഞ്ഞ വർഷം 3 വർഷമായിട്ട് തുമ്പ ചെയ്യുന്നുണ്ട്. പക്ഷെ വെഞ്ചിന് പ്രത്യേകിച്ചില്ല. കഴിഞ്ഞ വർഷം നമുക്ക് 15,000 ചെയ്യായിരുന്നു. ഇത്തവണ 30,000 എണ്ണം കൂടിയിട്ടുണ്ട്. ഇത്തവണ നിറയെ എണ്ണം കൂടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളിത്തൈകളൊക്കെ ഇങ്ങനെ എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നതെന്നറിയാമോ? നമ്മളിപ്പം വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുന്നതിനെക്കാട്ടിലും വലിയൊരു ഫീലിംഗ് അവിടെ വരുമ്പോൾ. അപ്പോൾ ഇത് മാത്രമല്ല, ചേട്ടൻ്റെ കൃഷിയാണ് എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് കൃഷികളാണ്. അപ്പോൾ അവിടെ പയറുതോട്ടമുണ്ട്, പിന്നെ പാവൽ, പടവലം, വഴുതന, തക്കാളി, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഓണത്തിനേക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തും വേണ്ടി കഷ്ടപ്പാടുണ്ടെന്ന്. കാരണം ഈ ഓരോ പൂവും ഒടിയാതെ ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർ 4 പേരും ചേർന്നാണ്, ഭാര്യയും ചേട്ടനും 2 കുഞ്ഞുങ്ങളും. അവർ മിക്കവാറും നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ചേർന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഇതൊന്ന് കാണണം കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നെല്ലാം ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ചേട്ടനെ എല്ലാവരും ഫോളോ ചെയ്യുകയും ചെയ്യണം. കാരണം കൃഷിക്കാർക്ക് ഇപ്പോൾ കൃഷി എന്ന് പറയുന്ന ഒരു വരുമാനം എന്തുവാ പറയുന്നത്, എപ്പോഴും ലാഭമായിരിക്കത്തില്ല. മിക്കവാറും സമയം നഷ്ടമായിരിക്കും. കാരണം അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നപ്പോഴാണ് ആ പടവലവും ഒക്കെ കുറച്ച് നഷ്ടമായിട്ട് കിടക്കുന്നത്. കാരണം ഒരുപാട് പൈസ മുടക്കിയതാണ്. അപ്പം ഇതിനകത്തുനിന്ന് ഈ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ കർഷകർക്ക് ഇതിനകത്ത് മുടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം 7-ാം തീയതിയാണ്. നമ്മുടെ മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇവിടെ വലിയൊരു പരിപാടിയായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് ഈ ഒരു പൂന്തോട്ടത്തെ വലിയ രീതിയിൽ വിജയിപ്പിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു പൂന്തോട്ടമാണിത്. അപ്പം 7-ാം തീയതി ഈ പൂന്തോട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതിന് അത്തം തൊട്ടേ നമ്മുടെ പ്രദർശനമുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം വരുന്ന 7-ാം തീയതി കാർഷിക വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറ് നിർവഹിക്കണം. അപ്പോൾ എല്ലാവരും തോട്ടത്തിൽ വരിക, ഞങ്ങളെക്കൂട്ടുള്ള കർഷകരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക.